ഹലോ മങ്സ്, വെൽക്കം ടു കുറ്റമങ്കി. അപ്പോൾ നമ്മുടെ അക്വ പ്രോട്ടോകോൾ സീലി ക്വസ്റ്റിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഏറ്റവും മേലെ കാണുന്ന ഈ 3 ഡാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇതുപോലെ ഫൈനൽ ടെസ്റ്റ് ആൻഡ് ബഗ് ബൗണ്ടി എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. നിങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആവാനുണ്ടാവും, അതവിടെ നോക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ടെസ്റ്റ് ദ ആപ്പാണ്. അപ്പോൾ ടെസ്റ്റ് ദ ആപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ആപ്പ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണിത്. അപ്പോൾ അവർ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഇതാണ് ഒരു വെബ്സൈറ്റ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിങ്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ആ പേജും കൂടി ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ആപ്പിൽ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടി വിസിറ്റ് ലിങ്ക് വെക്കണം. ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാറ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ക്ലെയിം ബട്ടൺ കാണാൻ പറ്റും. സോ നമ്മൾ ക്ലെയിം കൊടുക്കുകയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നത് ടെസ്റ്റ് ആപ്പ് വിത്ത് ടെസ്റ്റ് ജെറ്റൻ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ 2 ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചത് നമുക്ക് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ അക്വ USD പ്രോട്ടോകോളിൽ നമ്മൾക്ക് ഒരു വാലറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടാസ്കിൽ നിന്ന് നേരെ പോയാൽ നമുക്കൊരു സൈറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് എല്ലാവരും കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് നിങ്ങളുടെ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്താൽ മതി. app.aquaprotocol.xyz/mint എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് URL ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പോകാൻ പറ്റും. സോ ഇവിടെ വരെ എത്തിയെന്ന് ഉറപ്പാക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ടൺ കീപ്പർ എന്ന് പറഞ്ഞ വാലറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ മേലെ കാണുന്ന വാലറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളത് ടെസ്റ്റ് നെറ്റ് വാലറ്റിലേക്കായിട്ട് സ്വിച്ച് ചെയ്യുക. ഇത്ര വരെ ചെയ്ത് വയ്ക്കുക. കാരണം ഈ ഒരു സംഭവം നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫണ്ട് ഇതുവരെ നിങ്ങളുടെ ടെസ്റ്റ് നെറ്റ് വാലറ്റിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ടെലഗ്രാം ഗിവ് അവർ ബോട്ട് എന്ന് പറഞ്ഞ ബോട്ടില്ലേ, ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്, ഇല്ലാത്തൊരു ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. ആ ബോട്ടിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ ടെസ്റ്റ് നെറ്റിൻ്റെ അഡ്രസ്സ് അവിടെ അടിച്ചു കൊടുത്ത് വീണ്ടും ട്രൈ ചെയ്യുക. എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, കുറേ പ്രാവശ്യം കൊടുക്കരുത്, 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരെ നമ്മുടെ സൈറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ കണക്ട് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ടൺ കീപ്പറാണ്. മൈറ്റൺ വാലറ്റ് ഒക്കെ എടുത്തിട്ട് അത് ചൂസ് ചെയ്തോട്ടോ. ഇപ്പോൾ ഇവിടെ അക്വ പ്രോട്ടോകോൾ ടെസ്റ്റ് നെറ്റ് ഇത് എൻഷുർ ചെയ്യണം. ടെസ്റ്റ് നെറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യേണ്ടത്, മെയിൻ നെറ്റുകളിലേക്കല്ല. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ട് വാലറ്റ് കൊടുക്കുന്നു. എൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും വന്നൊരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വാലറ്റ് അവിടെ കണക്ട് ആയിട്ടുണ്ട്. സോ ഇവിടെ വരെ കറക്റ്റായിട്ട് ചെയ്തെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു ടെസ്റ്റിനായിട്ട് ടെസ്റ്റ് ജെറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ടോക്കൺ കിട്ടേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് എന്ത് വേണം, ഇവിടെ ഗെറ്റ് മോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ എൻഷുർ ചെയ്യണം ടെസ്റ്റ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിൻഡോയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഗെറ്റ് മോർ എന്ന് പറഞ്ഞ ബട്ടണിൽ എന്ത് ചെയ്യുക, ഒരു വശം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ ടൺ കേബിളിലേക്ക് പോകും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു വിൻഡോ വരും. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു സ്ലൈഡ് ബാർ കണ്ടില്ലേ, അതൊന്ന് വെറുതെ ഇങ്ങനെ അറ്റത്തേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ കൺഫേം ആവും. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നമ്മൾ ടൺ കീപ്പറിലേക്ക് തന്നെ തിരിച്ചു പോകുക. അവിടെ ചെന്നിട്ട് നിങ്ങളിവിടെ ST ടൺ എന്ന് പറഞ്ഞൊരു ടോക്കൺ നിങ്ങളുടെ കയ്യിലേക്ക് 1000 ടോക്കൺ വന്നിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആ ടോക്കൺ വന്നിട്ടില്ല, ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോകുക. ഇവിടെ ടോക്കൺസ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് വിസിബിൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഞാനൊരു പ്രാവശ്യം ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു റെഡിൽ ഇവിടെ ഒരു പൊസിഷനിലായിട്ട് ടു മിൻറ്റ് ST യു നീഡ് ടു ഗെറ്റ് മോർ ജെറ്റ് ടോക്കൺസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഒരു 4-5 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും ഈ ഗെറ്റ് മോറിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ടൺ കീപ്പറിൽ പോവുക. ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യം ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 4 പ്രാവശ്യത്തോളം 4-5 പ്രാവശ്യത്തോളം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടൺ കീപ്പറിൽ നിന്ന് ഈ നിങ്ങളുടെ കയ്യിലുള്ള വാലറ്റിലുള്ള പൈസ ചിലവഴിച്ചതിന് ശേഷം, എത്രയാണോ പറയുന്നത്, 1000 ആണെങ്കിൽ 1000 ചിലവഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഫണ്ടിനെ നിങ്ങൾ നേരെ ജെറ്റ് ടോക്കൺ അനുസരിച്ചായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക. അത് എത്ര വരെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വാണിംഗ് പോകുന്ന വരെ നിങ്ങൾക്കിവിടെ മാക്സ് എന്ന് പറഞ്ഞൊരു കാണാൻ പറ്റും. അത്ര വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഗെറ്റ് മോർ അടിച്ച് എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഇൻസ്റ്റേറ്റ് വേണമെങ്കിൽ 2000 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2000 ഇപ്പോൾ 3000 കാട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് 2000 കാട്ടുള്ളൂ മിനിമം. ഇപ്പോൾ 3000 അടിച്ചു കൊടുത്ത് ഞാൻ വീണ്ടും ഡെപ്പോസിറ്റ് നോക്കി എന്ത് ചെയ്യും, വീണ്ടും നേരെ അങ്ങോട്ട് തന്നെ പോവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നേരെ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യും. വീണ്ടും ചെയ്തു. അത് കഴിഞ്ഞ് പാസ്വേഡ് അടിക്കാൻ പറയും. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ആ ജെറ്റ് ടോക്കൺസ് എന്ത് ചെയ്യും, നേരെ ഇവിടേക്ക് വരികയും ചെയ്യും. നിങ്ങൾ ഒരു പ്രാവശ്യം നിർത്തരുത്. ഈ ഗെറ്റ് മോർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം, 5-ന് മേലെ ചെയ്താലും കുഴപ്പമില്ല, അത്ര പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ആ ടോക്കൺസിനെ ഇങ്ങോട്ട് കൺവേർട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ മിൻറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം,
മാക്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫുള്ളായിട്ട് മിൻറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ മിൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ടാണ് ട്രാൻസാക്ഷൻ വന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു റിസീവാണ്, ഇങ്ങോട്ടാണ് ആ സാധനം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും പാസ്വേഡ് അടിക്കുന്നു. അപ്പോൾ അത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കണം, നിങ്ങൾ മൈ ടൺ കീപ്പറിൽ പോയിട്ട് ടൺ കീപ്പറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ ഉള്ള നെസ്റ്റ് അക്കൗണ്ട് മാറിയിട്ട് അക്വ USD ആയെന്ന് കൺഫേം ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടേക്കാണ്, ഒരു സ്റ്റേക്കിംഗ് പോലെ. അപ്പോൾ ഈ ഒരു സ്ക്രീൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. സോ ഇതുകൊണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ടൺ വാലറ്റിലുള്ള പൈസ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, അത് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ജെറ്റ് എന്ന് പറഞ്ഞ ടോക്കൺ മേടിക്കുന്നു. ആ ടോക്കണെ കൊളാറ്ററലായിട്ട് വയ്ക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ലോൺ എടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കില്ലേ, നിങ്ങൾ സ്വർണ്ണം കൊടുത്തിട്ടല്ലേ ചിലപ്പോൾ നമുക്ക് അതിന് ഒരു പൈസ ആയിട്ട് ലോൺ കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർണ്ണത്തിന് പകരമായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് ടെസ്റ്റ് ജെറ്റൻ എന്ന് പറഞ്ഞൊരു ടോക്കണാണ്. ആ ടോക്കൺ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടൺ കീപ്പറിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടൺ വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്ത്, അതായത് ടണ്ണിനെ മാറ്റിയിട്ട് ടെസ്റ്റ് ജെറ്റൻ ടോക്കണാക്കി മാറ്റുന്നു. ആ ടെസ്റ്റ് ജെറ്റൻ ടോക്കണെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ആ ടോക്കൺ എവിടെയുണ്ട്, നമ്മുടെ ടൺ കീപ്പറിൽ കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് നമ്മൾ ഇവരുടെ കയ്യിലുള്ള അക്വ USDനെ നമ്മൾ എന്ത് ചെയ്തു, ബോറോ ചെയ്യുന്നു, അതായത് ലോൺ മേടിക്കുന്നു. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് സ്വർണം കൊടുത്തിട്ട് എന്ത് കിട്ടുന്നു, പൈസകൾ കിട്ടുന്നത്. അതേ കണക്കിന് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ടെസ്റ്റ് ജെറ്റൻ ടോക്കൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവർ എന്ത് തരുന്നു, ഈ അക്വ USD എന്ന് പറഞ്ഞൊരു ടോക്കണെ തിരിച്ചു തരുന്നു. ആ തിരിച്ചു തന്ന സാധനത്തിന് നിങ്ങൾക്ക് എന്ത് ലോൺ എടുത്താലും നിങ്ങൾക്ക് അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്ത് വരും, നിങ്ങൾക്ക് ബോറോ ചെയ്ത സാധനത്തിന് എന്ത് ചെയ്യും, ലോൺ അടയ്ക്കേണ്ടി വരില്ലേ. ലോൺ അടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ക്യുമുലേറ്റ് ചെയ്ത് എന്ത് പറ്റും, നിങ്ങൾക്കത് പലിശ കൂടിക്കൊണ്ടേ പോകും. അതേപോലെ കണക്കിന് തന്നെ ഇവിടെയും ഉണ്ട്. അതായത് നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളാട്രൽ റേഷ്യോ കൂടി വരികയോ കുറഞ്ഞ വരെ ചെയ്യുന്ന റിസ്ക് കൂടും. ആ റിസ്ക് ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ റിഡംഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഇത്ര ടൈമിനുള്ളിൽ ആ സാധനം റീപേ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാസം നിങ്ങൾ ഇത്ര പൈസ വെച്ച് അടയ്ക്കണ്ടേ, ആ അടച്ചില്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ ഫണ്ട് ചിലപ്പോൾ ഈ മറ്റേതുപോലെ അല്ല, നിങ്ങളുടെ ഫണ്ട് ചിലപ്പോൾ നമ്മൾ ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ അറിയില്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫണ്ട് മൊത്തപ്പാടെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേടിച്ചത് കിട്ടി, പക്ഷേ നിങ്ങളുടെ ഫണ്ട് അങ്ങനെ തന്നെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റീപേ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ തിരിച്ച് ഇപ്പം ഞാൻ ലോൺ എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിലേക്ക് ഫണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ ഫണ്ടിനെ എന്ത് ചെയ്തു, തിരിച്ചു കൊടുക്കുന്നു. അത് ഞാൻ വെച്ച സാധനത്തിന് എന്ത് ചെയ്തു, തിരിച്ചു കിട്ടുന്നു. ഇത്രയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഈ ഇൻ്റർഫേസിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് ജെറ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസിലേക്ക് വന്നു. അവിടെ നിങ്ങൾ താഴേക്ക് പോയി ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് താഴേക്ക് പോയി നിങ്ങൾക്ക് എന്ത് കാണാം, വിസിറ്റ് എന്നൊരു ലിങ്ക് കാണാം, ഒരു ഗൂഗിൾ ഫോമിൽ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വരും, അവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടെലിഗ്രാം ഹാൻഡിലിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ID എടുക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രൊഫൈലിൽ പോവുക, നിങ്ങളുടെ ടെലിഗ്രാമിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ID എടുക്കാം, കോപ്പി ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സീലി അക്വ പ്രോട്ടോക്കോളിൻ്റെ ആ ഒരു ക്വസ്റ്റിൻ്റെ നമ്മുടെ ID എടുക്കാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ അക്വ പ്രോട്ടോക്കോളിൻ്റെ ആ സീലി ക്വസ്റ്റിലേക്ക് വരുന്നു. അതിൻ്റെ ഇവിടെ ഏറ്റവും മേലെ കാണുന്ന ഈ ഒരു 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, താഴെ നിങ്ങളുടെ പേര് ഒരു പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ID ലോഗിനായി വരും. എന്നിട്ട് നിങ്ങളുടെ മേലെയായിട്ട് ഇവിടെ നിങ്ങളുടെ URL കാണാൻ പറ്റും. ആ സൈറ്റ് ലോഡാവാൻ വെയിറ്റ് ചെയ്യുക. ആ URL-മേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു കോപ്പി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മൾ തിരിച്ച് ഇവിടെ താഴേക്ക് വരുന്നു. ഇവിടെ യുവർ ആൻസർ എന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആൻസർ അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡിഡ് യു ഫൈൻഡ് ബഗ്സ്, എന്തെങ്കിലും ബഗ് നമ്മൾ ഫൈൻഡ് ചെയ്തോ, ഇല്ല. അപ്പോൾ നമ്മൾ നോ കൊടുക്കുന്നു. ഇഫ് യു ഫൈൻഡ് ബഗ്സ് ഫീൽ ഫ്രീ ടു ഡിസ്ക്രൈബ്, അപ്പോൾ നമ്മളൊന്നും കണ്ടിട്ടില്ല, നത്തിങ് യെറ്റ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു. ബഗ്ഗൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ബഗ് കണ്ട് അവിടെ അടിച്ചു കൊടുത്തു കേട്ടോ. നിൽ എന്ന് അടിച്ചു കൊടുക്കുക. അറ്റാച്ച് സ്ക്രീൻഷോട്ട് ഓഫ് ദ ബഗ്സ് ഫോണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി അല്ല, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിച്ചു കൊടുക്കാം. ഒന്നും അടിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എൻ്റെ സജഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ വന്നത്, അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ അടിച്ചു കൊടുത്ത അതിൻ്റെ ആൻസർ, അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സോ ആ ഫോം നമ്മുടെ സബ്മിറ്റ് ആയി. നമ്മുടെ ടെസ്റ്റ് ജെറ്റനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിം കൊടുക്കുക. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ചിലപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബഗ് റിപ്പോർട്ടിൻ്റെ സാധനം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് എടുക്കുക. അതിനുശേഷം അത് നേരെ ഒരു ഗൂഗിൾ ഫോമിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ആ ഗൂഗിൾ ഫോം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ അടിച്ച അതേ സാധനങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ദ ആപ്പ് വിത്ത് ടൺ സ്റ്റേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവുക. TestTaking.xyz എടുത്തുന്ന സൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സൈറ്റ് ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ അത് ഓപ്പൺ ആയിക്കോളും. ഇത് തന്നെയാണ് ആ സൈറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് കണക്ട് ദ വാലറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുക ടൺ കീപ്പറിൽ നമ്മൾ ടെസ്റ്റ് വാലറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ കണക്ട് വാലറ്റ് കൊടുക്കുന്നു, ടൺ കീപ്പർ ചൂസ് ചെയ്യുന്നു, ടൺ കീപ്പറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ അവിടെ സൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്ട് വാലറ്റ് കൊടുക്കുക. മേക്ക് ഷുവർ ദിസ് ഈസ് ടെസ്റ്റ് നെറ്റ്. ഓക്കെ,
കണക്ട് വാലറ്റ് കൊടുക്കുന്നു, നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ വാലറ്റായിട്ട് അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉറപ്പിക്കുക, നമ്മുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആയെന്ന് ഉറപ്പിക്കാം. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ സ്റ്റേക്ക് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് 2 ടണ്ണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2.25 എന്ന് പറഞ്ഞ എമൗണ്ട് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റേക്ക് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ടൺ കീപ്പറിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു ടൂണ എന്ന് പറഞ്ഞൊരു ടോക്കൺ ആയിരിക്കും നമുക്ക് തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് കിട്ടേണ്ടത്. സോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് എവിടേക്ക് വരിക, നമ്മൾ നേരെ ടൺ കീപ്പറിൽ വരിക, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ ടൂണ എന്ന് പറഞ്ഞൊരു ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ്സ് ബട്ടണിൽ പോവുക, ടോക്കൺസ് പോവുക, ഇവിടെ അത് ഹൈഡായി കിടക്കണോ നോക്കുക. അപ്പോൾ ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ സ്റ്റേക്കിൽ നമ്മളവിടെ കൊടുത്ത ടൂണ എന്ന് പറഞ്ഞ കോയിൻ ഇവിടെയും റിസീവ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവരുടെ താഴെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഈ ടാസ്ക് ഓട്ടോമാറ്റിക്കലാണ് അക്സെപ്റ്റ് ആവുക, ബട്ട് മാനുവലി ഒരു വെരിഫൈ ചെയ്യും. എന്താണ് മാനുവലി വെരിഫൈ ചെയ്യുക, നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോംസിൽ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. നമ്മൾ നേരത്തെ പോയ അതേ പരിപാടി തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കുക, നിങ്ങളുടെ ടെലിഗ്രാം ഹാൻഡിലിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത പ്രൊഫൈലിൽ പോയിട്ട് നമ്മുടെ യൂസറിൻ്റെ URL എടുക്കുക. അതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നു, ഏറ്റവും താഴെയുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ URL അവിടെ നിന്ന് കോപ്പി ചെയ്യുക. വെറുതെ URL ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ URL കോപ്പി ആയിക്കോളും. നേരെ തിരിച്ച് നമ്മുടെ ഫോമിലേക്ക് വരുന്നു, അവിടെ നമ്മൾ URL അടിച്ചു കൊടുക്കുന്നു. നമ്മൾ എന്തെങ്കിലും ബഗ് കണ്ടോ, ഇല്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് ഇല്ല, ഡു യു ഹാവ് എനി ഫീഡ്ബാക്ക്, ഗുഡ് പ്രോജക്റ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തോ. ഫോം സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. ടെസ്റ്റ് ആപ്പ് വിത്ത് ടൺ സ്റ്റേക്കേഴ്സ് എടുക്കുന്നു. നമ്മൾ ഓൾറെഡി അത് ഫിനിഷ് ആയി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു പ്രശ്നം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത പറയുന്നത് ടെസ്റ്റ് ദ ആപ്പ് വിത്ത് ബീമോ ഫിനാൻസ്. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ബീമോ കോൺടാക്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു അഡ്രസ്സാണ്. അപ്പോൾ നമ്മളത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മൾ ടൺ കീപ്പറിലേക്ക് വരിക. എന്നിട്ട് സെൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, ടെസ്റ്റ് നെറ്റ് ആയിരിക്കണം സെലക്ട് ചെയ്തത്. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ അഡ്രസ്സ് അവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ടൺ അയക്കണമെന്ന് വെച്ചാൽ നമ്മൾ മാക്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ കൺഫേം ആൻഡ് സെൻഡ്. അപ്പോൾ ആർ യു ഷുവർ ടു സെൻഡ് ഓൾ യുവർ ബാലൻസ് എന്ന് വെച്ചത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഓക്കെ എന്ന് പറയണം. എൻ്റെ എല്ലാ ബാലൻസും ഞാൻ കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ പാസ്വേഡ് ഇവിടെ അടിക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ടൺ കീപ്പറിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ STTC4 എന്ന് പറഞ്ഞ ഒരു ടോക്കൺ ഇവിടെ റിസീവ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ എൻ്റെ വാലറ്റിൽ മൊത്തം പൈസ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടണമെന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരെ ടെലിഗ്രാം ക്യൂആർ കോഡിൽ പോയിട്ട് എനിക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അവിടെ കിട്ടുന്നതായിരിക്കും. ഞാൻ നേരെ ഗൂഗിൾ ഫോമിലേക്ക് വരുന്നു. എൻ്റെ അവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അഡ്രസ്സ് ആണുള്ളതൊക്കെ നമ്മൾ നേരത്തെ പോലെ തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അതിൻ്റെ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അടുത്ത ടെസ്റ്റ് ദ ആപ്പ് വിത്ത് ഹിപ്പോ ഫൈനാൻസ് എന്നൊരു ആപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു. നമ്മുടെ ടെസ്റ്റ് നെറ്റ് വാലറ്റ് അവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ടെസ്റ്റ് നെറ്റ് വാലറ്റിൽ ഇപ്പോൾ ഫണ്ടൊന്നും ഇല്ല, എല്ലാ ഫണ്ടും ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുക ടൺ ബോട്ടിൽ വരുന്നു. ഇവിടെ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ച ഞാൻ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ക്യാപ്ച അടിച്ച് കൊടുത്തിട്ടുണ്ട്, സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, എൻ്റെ വാലറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ നേരത്തെ അടിച്ചു കൊടുത്ത അതേ ടെസ്റ്റ് നെറ്റിൻ്റെ വാലറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വാലറ്റ് അഡ്രസ്സ് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ വാലറ്റ് അഡ്രസ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ടൺ കീപ്പറിൽ പോവുക, റിസീവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇവിടെ കാണുന്ന അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ടെസ്റ്റ് നെറ്റിൽ വീണ്ടും വാലറ്റിൽ ഫണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫണ്ട് വേണമെങ്കിൽ കയറ്റിക്കൊണ്ടിരിക്കാം, പക്ഷേ വിഡ്രോ ചെയ്യാൻ പറ്റില്ലെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോയി കാണാൻ സ്റ്റേക്ക് വന്നിക്കാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, കണക്ട് വാലറ്റ് കൊടുക്കണം. ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ടൺ കീപ്പർ പോപ്പുലറിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ താഴെ ഡെസ്ക് ടോപ്പ് എന്ന് ബട്ടൺ കണ്ടോ, ആ ഡെസ്ക് ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. ഇവിടെ നമ്മൾ സൈൻ ഇൻ വിത്ത് ടൺ കീപ്പർ കാണാൻ പറ്റും. ആ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ തിരിച്ച് ഇവിടെ പോകുന്നു. നമ്മൾ കണക്ട് വാലറ്റ് കൊടുക്കുന്നു. നമ്മുടെ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ സൈൻ ഇൻ ആവാനൊരു വെയിറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ തിരിച്ച് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ടണ്ണ് എത്ര, നമുക്ക് അവിടെ വാലറ്റ് 5 ബാലൻസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഒരു 2 കൊടുക്കുകയാണ്, 2 ടൺ കൊടുക്കുകയാണ്. എന്ത് ചെയ്തു, സ്റ്റേക്ക് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടൺ കീപ്പിൽ തിരിച്ച് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ട്രാൻസാക്ഷൻ നമ്മൾ അപ്രൂവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് തിരിച്ച് എന്ത് കിട്ടുള്ളൂ, അവിടെ നിന്നുള്ള HT ടോക്കൺ എന്ന സാധനം കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. ആ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് സക്സസ്ഫുള്ളി സ്റ്റേക്ക് ഇടുന്ന കാണാം. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൺ കീപ്പറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വാലറ്റ് എടുക്കുന്നു. ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് TH ടൺ എന്ന് പറഞ്ഞൊരു കോയിൻ അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ അത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ സീലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ഗൂഗിൾ ഫോം സൈൻ ഇൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഫുള്ളായിട്ട്. അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എൻ്റെ കംപ്ലീറ്റ് ആയി. ഞാൻ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ടാസ്കിൽ ട്വിറ്ററിൽ പോയിട്ട് കുറച്ച് ലൈക്കും ട്വീറ്റും ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ട്വിറ്ററിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ് എന്നൊരു സിമ്പിൾ കാണാൻ പറ്റും. അതൊരു ഹൈപ്പർ ലിങ്ക് ആണ്. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വിടുമ്പോൾ ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യുക, ഇവിടെ അത് റീപോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിപ്ലൈ കൊടുക്കാനാണ് വന്നത്. റിപ്ലൈ കൊടുക്കുന്നത് വന്ന് ടാഗ് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ആൾക്കാർ ആരെങ്കിലും അക്കൗണ്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അക്വ ഈസ് എ ഗ്രേറ്റ് പ്രോജക്റ്റ് നമുക്ക് അടിച്ചു കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള അടിച്ചു കൊടുത്തോ കേട്ടോ, ഒരു നിർബന്ധമൊന്നുമില്ല എന്തൊക്കെ അടിച്ചു കൊടുക്കുന്നു. എഴുതുന്നു. എന്നിട്ട് നമ്മൾ അറ്റടിച്ചിട്ട് ആരെങ്കിലൊക്കെ പേര് തന്നെ നോക്കുക. നമ്മൾ കാറ്റീസിന് 7 കൊടുത്തേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ട്വീറ്റിൻ്റെ ടാസ്കിൽ എനിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാഗ് ചെയ്ത ആൾക്കാരുകൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ 3 ആൾക്കാരെ ടാഗ് ചെയ്തൊക്കെ കൊണ്ടാണോന്ന് എനിക്കറിയില്ല. അതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു കമൻറ്റ് ഇട്ടു, അക്വാ പ്രോജക്റ്റ് 3 എന്നിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ആ പുതിയ ലിങ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സംഭവം വർക്ക് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ അടുത്ത ടാസ്ക് വന്ന് സ്പ്രെഡ് ദ വേർഡ് അബൌട്ട് അക്വാ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്വീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, താഴെയുള്ള ഈ ഒരു കീവേഡ് കൂടി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ അൾട്ടിമേറ്റിന് എവിടെയും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്യാൻ നോക്കുക. ഞാനിത് ട്വീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് സ്പേസ് ലിമിറ്റ് കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ പോസ്റ്റ് ബട്ടൺ എനേബിൾ ആവില്ല, കാരണം ഇൻക്രീസ്ഡ് ക്യാരക്ടർ ലെങ്ത് കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ പോസ്റ്റ് ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ പോസ്റ്റ് സെൻഡ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ എവിടേക്ക് വരണം, എൻ്റെ പ്രൊഫൈലിലേക്ക് വരണം. അപ്പോൾ ഇതാണ് ഞാനിട്ട പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ കോപ്പി ലിങ്ക് ചെയ്യുന്നു. ഞാൻ നേരെ തിരിച്ച് ക്വസ്റ്റിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ട്വീറ്റ് ഇവിടെ ചെയ്യുന്നു, ഞാൻ ക്ലെയിം കൊടുക്കുന്നു. ആ ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രൂപ്പിൽ പോവുക. അടുത്ത ക്വസ്റ്റ് എന്ന് പറയുന്നത് സ്പ്രെഡ് ദ വേർഡ് അബൌട്ട് അക്വാ ടെസ്റ്റ് നോട്ട് ഓൺ ടെലഗ്രാം എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ അക്വാ പ്രോട്ടോകോൾ വെച്ചൊരു ഒരു ലൈൻ അടിച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടാഗ് എന്തായാലും മസ്റ്റ് ആയാലും അതിൽ അടിച്ചു കൊടുക്കണം, അതായത് അവരുടെ ചാനലിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ മെസ്സേജ് ഏതെങ്കിലും ഒരു പബ്ലിക് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത ടാസ്ക് വന്നത് ലൈക്ക് അക്വ ആപ്പ് ഓൺ മാജിക് സ്റ്റോർ എന്ന സൈറ്റിലാണ്. ഇതാണ് നമ്മുടെ മാജിക് സ്റ്റോറിൻ്റെ ലിങ്ക്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർക്കണം, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈക്കിൻ്റെ ചിഹ്നം ഇവിടെ കാണില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണാത്തത് നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങളിവിടെ അക്കൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് വാലറ്റോ ഏതെങ്കിലും വെച്ച് ഉപയോഗിക്കാത്ത ഏതെങ്കിലും വാലറ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലൈക്ക് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ആ ലൈക്ക് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ തിരിച്ച് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുക. കുറേ പേരൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കാതെ ക്ലെയിം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കേട്ടോ, എനിക്ക് ഉറപ്പില്ല. അടുത്ത റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ആഡ് റിവ്യൂ ടു അക്വ പ്രോട്ടോകോൾ ഒരു സൈറ്റ് വന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാജിക് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെയും ചിലപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരാം. ഓക്കെ, നമുക്ക് ഇവിടെയും അക്കൗണ്ട് ഉണ്ടാക്കണം, എന്നാലും നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ റിവ്യൂഡിനെ അക്കൗണ്ട് ഉണ്ടാക്കണ്ടേ. സോ ഇവിടെയും എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. സോ ഞാനവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ടെലഗ്രാം വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ടെലഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിവിടെ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റും. അതായത് അക്വ പ്രോട്ടോകോൾ ടു ദ മൂൺ, ഞാൻ സെയിം തന്നെ ഞാനിവിടെ റേറ്റിംഗ് കൂടി കൊടുത്തു. അതിനുശേഷം ഞാൻ സെൻഡ് റിവ്യൂ കൊടുത്തു. അപ്പോൾ സെൻഡ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റിവ്യൂ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂ എന്ന് പോയിട്ടുള്ളത് എൻ്റെ അക്കൗണ്ട് ഏതിൽ നിന്ന് പോയിട്ടുള്ളത്, എൻ്റെ ഈ ഒരു നിക്ക് നെയിം വഴിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ടെലഗ്രാമിൻ്റെ നമ്മൾ ഏതാണോ നമ്മുടെ ID, അവിടെ കാണുന്ന മേലെ കാണുന്ന ID ഏതാണോ ആ ID ഇവിടെ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, അതിനുശേഷം ക്ലെയിം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടൺ ആപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സൈറ്റ് തുറന്നു വരും. അപ്പോൾ അക്വ ജെനസിസ് NFT എന്ന് പറഞ്ഞൊരു NFT സൈറ്റാണ്. സോ അപ്പോൾ ആപ്പാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റ് എന്ന് വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക. അതിനുശേഷം ഇവിടെ റിവ്യൂ കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, സെൻഡ് റിവ്യൂ കൊടുക്കുക. ID തന്നെ അവിടേക്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, തിരിച്ച് സീലിലേക്ക് വരുന്നു, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക നമ്മുടെ ID. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ലൈക്ക് റീട്വീറ്റ് ഓർ കമൻറ്റ് എന്ന് പറയുന്നത് 100 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരെ അതിൻ്റെ പ്രോജക്റ്റിൽ ഇതിലേക്ക് പോകുന്നു. സ്റ്റോം ട്രേഡ് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക, റീപോസ്റ്റിൻ്റെ ബട്ടൺ നിൽക്കുക, ഒരു കമൻറ്റ് ഇട്ട് നോക്കണം. ടു ദ മൂൺ, വീണ്ടും ടു ദ മൂൺ തന്നെ അടിക്കുന്നത്.
താഴേക്ക് വന്നിട്ട് എൻ്റെ റിപ്ലൈയുടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. തിരിച്ച് ഞാൻ ഇവിടേക്ക് തന്നെ വരുന്നു. റിപ്ലൈ URL ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നു. ഈ ടാസ്ക് ഉണ്ട്. എല്ലാ ദിവസവും ടെലഗ്രാമിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എവിടെയെങ്കിലും ഒരു മെസ്സേജ് ഇട്ടതിന് ശേഷം ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്ത് ചെയ്യും, 100 XP കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഫൈനൽ ടെസ്റ്റ് നെറ്റിൽ പിന്നെ ഉള്ളത് റിവ്യൂ സ്റ്റാർട്ടപ്പ് ബ്ലോഗ് ആൻഡ് റിവ്യൂ സ്റ്റാർട്ടപ്പ് ചാറ്റ് ആൻഡ് ഫൈനൽ കൊളാബാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫൈൻഡ് കൊളാബ് ക്രോസ് റൂം നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, റിവ്യൂ സ്റ്റാർട്ടപ്പ് ബ്ലോഗ് എടുക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആഡ് റിവ്യൂ ടു അക്വ കോഫൗണ്ടർ സ്റ്റാർട്ടപ്പ് ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആ ലിങ്കിൽ പോവുക. നേരത്തെ പോയ ടണ്ണാപ്പിൻ്റെ ലിങ്കാണ് ഓൾറെഡി നമ്മൾ ലോഗിൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സീനില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ പുള്ളിക്കാരത്തിയുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. സോ ഗുഡ് ലക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കമൻ്റ് അവിടെ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളിവിടെ റേറ്റിംഗ് കൊടുക്കുക. 4 5 നിങ്ങൾക്ക് എത്ര റേറ്റിംഗ് കൊടുത്തോ നമ്മളിവിടെ സെൻഡ് റിവ്യൂ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ID അവിടെ കോപ്പി ചെയ്യുക, നേരെ തിരിച്ച് ഇവിടെ വരിക, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇത് മിസ്സാക്കരുത് കേട്ടോ, 1000 XPയുടെ ഒക്കെ ഒരു പോയിന്റുള്ള സാധനമാണ്. അപ്പോൾ ഇതൊന്നും മിസ്സാക്കരുത്. നെക്സ്റ്റ് പോസ്റ്റ് അടിക്കുന്നു. അടുത്തും ഇതുപോലെ തന്നെ ആയിരിക്കണം. ആഡ് റിവ്യൂ ടു അക്വ കോഫൗണ്ടർ സ്റ്റാർട്ടപ്പ് Web3 കമ്മ്യൂണിറ്റി, നേരെ അതിലേക്ക് തന്നെ പോവുക. ശേഷം എന്ത് ചെയ്യുക, Web3 സ്റ്റാർട്ടപ്പ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ് ലക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും കൊടുക്കുക, ഗുഡ് ലക്ക് ശേഷം കൊണ്ട് കൊടുക്കുക. നമ്മളവിടെ റേറ്റിംഗ് കൊടുക്കുക, സെൻഡ് റിവ്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ID അവിടെ കോപ്പി ചെയ്യുക, നേരെ തിരിച്ചിവിടെ വരിക, അതിവിടെ പേസ്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇനി ഇതിൽ വേറെ ഒന്നും നിങ്ങളുടെ ബാക്കിയൊന്നും കംപ്ലീറ്റ് ആവാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇൻവിറ്റേഷൻ്റെ, അതവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻവിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ റിവ്യൂ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാ അതും നിങ്ങൾ ചെയ്തിരിക്കണം. ഈ ഒരു സാധനം അനുസരിച്ച് ഒഴിച്ച് ഫൈൻഡ് കൊളാബ് ക്രോസ് പ്രൊമോ ഒഴിച്ച് ബാക്കി എല്ലാതും നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത് കംപ്ലീറ്റ് ആക്കുക. Q3യിലാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മാസത്തിലായിരിക്കണം നമുക്ക് ഇതിൻ്റെ റിലീസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതെന്നുള്ളത്. സോ ഇതിൽ സീലിയിൽ കിട്ടുന്ന പോയിന്റിന് XP കൂടുതൽ, അതിന് കൂടുതൽ വെയിറ്റേജ് ഉള്ള കാരണം ഇതിൽ ഒറ്റെണ്ണം മിസ്സാക്കാതെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കണ്ട് എല്ലാം തീർക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ വിഷ് യു ഗുഡ് ലക്ക്. സോ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.